നമസ്കാരം. അനധികൃത ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്ന സംഭവത്തിൽ പലതവണ ഹൈക്കോടതി ഇടപെടൽ നടത്തിയിട്ടുള്ളതാണ്. ശക്തമായ നടപടി വേണമെന്നാണ് കോടതി പലപ്പോഴും നിർദ്ദേശം നൽകിയിരുന്നതും. രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിലേക്ക് വന്നാൽ തങ്ങൾക്കിതൊന്നും ബാധകമേ അല്ല എന്നതാണ് അവരുടെ രീതി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ പ്രചാരണത്തിന് ഭാഗമായി കിട്ടിയ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും പരിപാടിക്ക് മുമ്പ് എടുത്തു മാറ്റാനെത്തിയ പെരുമ്പാവൂർ നഗരസഭ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തതാണ് പുതിയ സംഭവം. പുതുയുഗയാത്രയ്ക്ക് സ്വീകരണം നൽകാൻ പരിപാടി നടക്കാൻ 1 മണിക്കൂർ മാത്രം ശേഷിക്കെ പ്രചാരണ ബോർഡുകൾ എടുത്തു മാറ്റാൻ ആരെയും അനുവദിക്കുകയില്ല എന്നായിരുന്നു നേതാക്കളുടെ നിലപാട്. കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന പെരുമ്പാവൂർ നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഭീഷണിയുമായി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നത്. പോലീസ് അകമ്പടിയോടെ എത്തിയ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് കണ്ടാലറിയാവുന്ന 20ഓളം കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. പെരുമ്പാവൂർ നഗരസഭ ഓഫീസിന് സമീപത്തടക്കം വെച്ച ഫ്ലെക്സുകളും കൊടിത്തോരണങ്ങളും അഴിച്ചുമാറ്റാൻ എത്തിയ നഗരസഭ ഉദ്യോഗസ്ഥരെ തടഞ്ഞതിന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പെരുമ്പാവൂർ സ്വദേശിയുടെ പരാതിയിലാണ് നടപടിയെടുത്തത്. നഗരസഭാ ഉദ്യോഗസ്ഥരെ കോൺഗ്രസ് പ്രവർത്തകർ തടയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി നടക്കുമ്പോൾ നിങ്ങൾക്ക് തൊടാൻ പറ്റുമോ? വേഷം കെട്ടൽ ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. മര്യാദയെങ്കിൽ ഇനി മര്യാദ. അത് ഏതവൻ വന്നാ കൈവെക്കുന്നത്, ഒരാൾ ഇതിൽ കൈവെക്കുക, അവനെ എടുത്ത് അകത്തിടുന്നത് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പ്രവർത്തകർ വെല്ലുവിളിക്കുന്നു. ഇവിടെ ഒരുപാട് പേർ പരിപാടി നടത്തിയല്ലോ, സാറുമാർക്ക് എന്താ പറ്റിയത്? 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ വന്നു പോകും. നിങ്ങൾ ഈ തോന്നിയാസം കാണിച്ചാൽ നടപ്പില്ല. ഇത് ആരെടുത്താലും ശരിയാ, ഞങ്ങൾ ഈ വണ്ടിയുടെ മുമ്പിൽ കിടക്കും. ഒരാളെ തൊട്ടാൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇന്നലെ 16 പേരെ നിർത്തി പണിത സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. ഞങ്ങൾ ക്ഷമിച്ചു. ഒരു മര്യാദ വേണ്ടേ? 1 മണിക്കൂറിനുള്ളിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഇതെന്താ? നിങ്ങൾ കേസെടുത്തോ? എന്ത് വേണമെങ്കിലും ചെയ്തോ, കേസെടുക്കുമെന്നല്ലേ പറഞ്ഞത്? അതൊന്നുമല്ല. നിങ്ങൾ ഈ റോഡിൽ ഈ 5 മണി 6 മണി കഴിഞ്ഞാൽ തോന്നിയാസം നടപ്പില്ല. നിങ്ങൾ എന്നിട്ടെടുക്കോ, കേസെടുക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. കഴിഞ്ഞ ആഴ്ചയും ഇവിടെ പണി നടന്നതാണ് പല പാർട്ടികളും. പക്ഷേ ആരും ഈ വിഷയം ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരായ ഉദ്യോഗസ്ഥർ ഇവിടെ ഇരുന്നത് കൊണ്ട് വേഷം കെട്ടി ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി നടക്കുമ്പോൾ നിങ്ങൾക്ക് തൊടാൻ പറ്റുമോ? വേഷം കെട്ടൽ ഞങ്ങളുടെ അടുത്ത് കാണിക്കരുത്. മര്യാദയെങ്കിൽ ഇനി മര്യാദ. ജനാധിപത്യ രാജ്യമാണിത്. എന്ത് മര്യാദ നിങ്ങൾ ഈ കാണിക്കുന്നത്? മര്യാദ വേണം. നിങ്ങൾക്ക് ഈ ഉച്ചയ്ക്ക് ഭ്രാന്തിളകുകയാണോ? ഈ നട്ടുച്ചയ്ക്ക് പണി നോക്കണോ? സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടോ? നിങ്ങൾ ഈ തൊപ്പിയും കോലവുമായി നടക്കാതെ നാണമില്ലേ നിങ്ങൾക്ക്? വേഷം കെട്ടി കാണിക്കട. മാലിന്യം ഇവിടുന്ന് എടുത്തു മാറ്റി. കോർപ്പറേഷന് വണ്ടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോടാ. ഏതവനായി എന്ന് ഞാൻ നോക്കട്ടെ. ഇന്ന് ഈ വണ്ടിയുടെ മുമ്പിൽ ഞങ്ങൾ കിടക്കും. ഇന്ന് ഇവിടെ മരണം നടക്കും. KPCC നേതാവ് 1 മണിക്കൂർ ആകുമ്പോൾ ഇവിടെ വരും. നിങ്ങൾ തോന്നിയാസം കാണിക്കാൻ നിൽക്കരുത്. വേറെ വല്ല പണിയും നോക്കടാ. ഇതിൻ്റെ അകത്ത് പോയിരുന്ന് എന്നാണ് നഗരസഭാ ഉദ്യോഗസ്ഥരോട് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ഇതേ സ്ഥലത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ സ്ഥിരം നടക്കാറുണ്ടെന്നും അവർ ഫ്ലെക്സ് ബോർഡുകൾ വിൽക്കാറുണ്ടെങ്കിലും നഗരസഭ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാറില്ല എന്നുമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് പെരുമ്പാവൂരിൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തെങ്കിലും ഈ നിയന്ത്രണം ഒഴിവാക്കിയുള്ള സർക്കാരിൻ്റെ രഹസ്യ ഉത്തരവ് വീണ്ടും ചർച്ചയാകുകയാണ്. പാതയോരങ്ങളിലെ അനധികൃത പരസ്യ ബോർഡുകൾ, ഫ്ലെക്സ്, കമാനം എന്നിവ സ്ഥാപിക്കുന്നത് നിയന്ത്രിക്കാൻ ഹൈക്കോടതി ആവർത്തിച്ച് ഇടപെടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ നിയന്ത്രണം ഒഴിവാക്കാൻ സർക്കാരിൻ്റെ ഗൂഢനീക്കം. നിയമ തടസ്സങ്ങളില്ലാതെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് നാമമാത്രമായ ഫീസ് ഈടാക്കി അപേക്ഷകർക്ക് അനുമതി നൽകാമെന്നാണ് മുൻ നിലപാട് അവഗണിച്ചുള്ള ഉത്തരവ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തടസ്സമില്ലാതെ പാർട്ടികൾക്ക് പ്രചാരണം നടത്താനും ഫണ്ട് ശേഖരണത്തിനും സഹായിക്കാനുള്ള രഹസ്യ നീക്കമെന്നാണ് ആക്ഷേപം. നീതിപീഠത്തിന്റെ നിയന്ത്രണത്തിനിടയിലും ഞങ്ങൾ രഹസ്യമായി ചിലത് നടപ്പാക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സർക്കാർ. പരസ്യ ബോർഡ്, ഫ്ലെക്സ്, കൊടിതോരണം, പോസ്റ്റർ, കമാനം ഇതെല്ലാം അനുമതിയില്ലാതെയും തോന്നിയ മട്ടിൽ സ്ഥാപിക്കുന്നതിനെതിരെയാണ് ഹൈക്കോടതി നിരന്തരം വടിയെടുത്തത്. സർക്കാരിനോട് നിലപാട് തേടി. നിയന്ത്രണത്തിന് പ്രത്യേക ഉത്തരവിറക്കാമെന്നും സർക്കാർ അറിയിച്ചു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി ചേർന്ന് കർശന നിയമനിർമ്മാണമെന്നറിയിച്ച് കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ രഹസ്യമായി നിലപാട് മാറ്റി. ചെറിയ ഫീസ് അടച്ചാൽ മറ്റ് നിയമ തടസ്സങ്ങളില്ലാതെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് ഫ്ലെക്സും പരസ്യ ബോർഡും സ്ഥാപിക്കാൻ നേരിട്ട് അനുമതി നൽകാമെന്നും മട്ടിൽ ഉത്തരവിറക്കി. സർക്കാർ രഹസ്യമാക്കിയിരുന്ന ഉത്തരവാണ് പുറത്തായത്. സർക്കാരിന്റെ നിലപാട് മാറ്റം ഗുരുതര പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നാണ് വിമർശനം. തോന്നിയ മട്ടിൽ കൂറ്റൻ കട്ടൗട്ടും ഫ്ലെക്സും ഉൾപ്പെടെ എവിടെയും ചുരുങ്ങിയ ചെലവിൽ കാര്യമായി നിയന്ത്രണമില്ലാതെ സ്ഥാപിക്കാം. വൻ സാമ്പത്തിക നേട്ടം ലക്ഷ്യമാക്കിയുള്ള നീക്കമെന്നും ആക്ഷേപമുണ്ട്.